ഇതാണ് നാടൻ പശു എന്ന് പറഞ്ഞെങ്കിൽ കേരളത്തിന്റെ താഴ്ന്നത് വർഗ്ഗങ്ങൾ. ഇത് അനങ്ങമ്മലയാണ്. അപ്പൊ ഞാൻ ആ പശുവിനെ പരിചയപ്പെടുത്തുന്നതോടുകൂടി ഇല്ല വേറൊരു വിഷയത്തെ പറ്റി പറയാനാണ്. ഇത് ഇവരുടെ ചാണകത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് ഇതോ ചാണകം എന്ന് പറയുന്നുണ്ട്. അതായത് 1 ഗ്രാം ഒക്കെ എടുത്താൽ മതി. 1 ഗ്രാം ചാണകം ഇത് വെള്ളത്തിൽ നന്നായി ചാലിച്ച്, അതായത് നന്നായി ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒരു ചാൺ വൃത്തത്തിൽ നമ്മളിങ്ങനെ തേക്കുക ചെയ്താൽ അത്രയും ഭാഗം അണുവിമുക്താകും. അതുകൊണ്ടാണ് 1 ചാൺ അകം, അതായതാണ് ചാണകമായത്. അപ്പൊ ഒരേ സമയത്ത് ഈ വസ്തു അല്ലെങ്കിൽ ഇത് ചാണകം കുറച്ചു സമയം കഴിഞ്ഞാൽ ഇത് ഒരു വളമായി മാറും, പശുവിന്റെ വളമായിട്ട് മാറും. അത് പലർക്കും അറിയില്ല. ഈ ചാണകം എന്ന് പറയുന്നത് എപ്പോഴും പശുവിന്റെ വയറ്റിൽ നിന്ന് പോന്നിട്ടുള്ള കുറച്ച് സമയത്ത് മാത്രമേ അത് ചാണകം എന്ന് പറയും. പ്രത്യേകിച്ച് നല്ല വൃത്തിയുള്ള സ്ഥലത്തായിരിക്കണം, തൊഴുത്തിൽ തന്നെ ആയിരിക്കണം. ഇതിൻ്റെ കഴിയുന്ന പഴക്കം കൂടാതെ പുതുതായിരിക്കണം. ഒരു 24 മണിക്കൂറൊന്നും പഴക്കം വരട്ടെ. ഇതിനെയാണ് ചാണകം. അവിടെയാണ് ഈ ഔഷധ ഗുണങ്ങൾ മുഴുവൻ കിടക്കുന്നത്. മറ്റേത് വളമാണ്. വളം എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ധാതുക്കളും മൂലകങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ ചാണകം എന്ന് പറഞ്ഞു വരുന്ന എന്ന് പറയുമ്പോൾ ഈ പുതുതായിരിക്കണം. അന്ന് 24 മണിക്കൂറിന്റെ മുമ്പുള്ളതായിരിക്കണം, വൃത്തിയുള്ള സ്ഥലത്ത് വീണതായിരിക്കണം. പിന്നെ നാടൻ പശുവിൻ്റെ ഒക്കെ ചാണകത്തിന്റെ ഒരു കേമത്രം കണ്ടില്ലേ, ഇങ്ങനെയാണ്. ഒരു മണം ഉണ്ടാവില്ല. അത് മാത്രമല്ല അധികമൊന്നും നമ്മൾ കയ്യിലാവില്ല. ഇങ്ങനെ ഓരോ അല്ലികളായിട്ട് എടുക്കാൻ കഴിയും. കണ്ടു. അതിനൊക്കെ കാരണം എന്താ വെച്ചാ നാടൻ പശുക്കള് എല്ലാ ഇലകളും നടന്ന് ഔഷധ ഗുണങ്ങളുള്ളതും എല്ലാം നടന്ന് തിന്നും. കരിയിലും എല്ലാം തിന്നും. ഇതിലെ പ്രധാന വിഷയം എന്താ വെച്ചാൽ ഇവരുടെ ആമാശയങ്ങളിൽ കുടലിന് നീളം കൂടും. അപ്പൊ എന്താ വെച്ചാൽ നല്ലതുപോലെ മറ്റു പശുക്കളെക്കാൾ ദഹനം നടക്കും. അതാണ് ഈ ഒരു കാരണം. ഇതിന്റെ ഗുണം കൂടാനും ഇതിന്റെ ഈ ആകൃതി ഇങ്ങനെയാവാനും, ഇങ്ങനെ ജലാംശം ഇതൊന്ന് കുറഞ്ഞു നിൽക്കാനും, ഇങ്ങനത്തെ രൂപമായി കിട്ടാനും, മണം ഇല്ലാതിരിക്കാനും ഒക്കെ അതാണ് കാരണം. നമ്മൾ ഈ ചാണകം പല കാര്യങ്ങൾക്കും ഉപയോഗിക്കും. ഒന്ന് ജീവാമൃതത്തിന്റെ ഒരു പ്രധാനപ്പെട്ടതാണ്. പഞ്ചഗവ്യം ഉണ്ടാക്കുന്നതിനൊരു പ്രധാനമാണ്. ഏത് വളം ഉണ്ടാക്കുകയാണെങ്കിൽ, ഏതൊക്കെ ഇലകൾ കൂട്ടി വളം ഉണ്ടാക്കുകയാണെങ്കിലും അതിനും വളരെ ഉത്തമമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ പ്രധാന ഘടകം ചാണകമാണ്. കാരണം എന്താ വെച്ചാൽ 1 ഗ്രാം ചാണകത്തിൽ 300 കോടി മുതൽ 500 കോടി വരെ സൂക്ഷ്മാണുക്കളുണ്ട്. സൂക്ഷ്മാണു എന്ന് പറഞ്ഞാൽ ചെടികൾക്കും മണ്ണിനും ഉപകാരപ്രദമായിട്ടുള്ള സൂക്ഷ്മാണുക്കളാണ് ഈ പറയണത്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന പോയിന്റ് തന്നെ. 300 കോടി മുതൽ 500 കോടി വരെ സൂക്ഷ്മാണുക്കളാണ് 1 ഗ്രാം ചാണകത്തിൽ. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഹൈബ്രിഡ് എന്നൊക്കെ പറയട്ടെ, അല്ലെങ്കിൽ യൂറോപ്പ് ഭാഗത്തു നിന്ന് ഉൽപാദനം കൂടിയ തരം ഫോറസ്റ്റ് എന്നുള്ള വർഗത്തിൽപ്പെട്ട പശുവിൻ്റെ ചാണകം എടുക്കുകയാണെങ്കിൽ അതിൽ വെറും 1 ഗ്രാമിൽ 75,000 വരെ സൂക്ഷ്മാണുക്കളേ ഉള്ളൂ. അത്രയും വ്യത്യാസമാണ്. അതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എടുത്തു പറയാനുള്ള കാര്യം. അതുകൊണ്ടാണ് അതൊക്കെ വേറിട്ട് നിൽക്കുന്നതും ഔഷധം ഗുണം കൂടിയതും മരുന്നിനായാലും ചെടികൾക്കായാലും എല്ലാം ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം. ഇതാണ് ചാണകത്തിനെ പറ്റി ചെറിയ തോതിൽ ഉപയോഗിക്കും. യുവാമൃതത്തിലെടുക്കും, പഞ്ചഗവ്യത്തിലെടുക്കും, കീടനാശിനികൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും, മണ്ണിൻ്റെ ഫലപുഷ്ടി കൂടാൻ കൂട്ടും. അതാണ് ഇതിനൊരു പവിത്രമായിട്ട് ഇതിനെ കാണാനുള്ള കാരണവും അതന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഈ അറിവുകളൊക്കെ ഇന്ന് പലർക്കും അന്യം നിന്ന് പോയി തടഞ്ഞു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ചെറിയ തോതിൽ ഓർമ്മിപ്പിക്കാൻ ഞാനിങ്ങനെ ഓരോ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുക. കാരണം അതൊരു പ്രധാന ആവശ്യമാണ്. അതുപോലെ നിങ്ങൾ കമൻറ്റുകളും അത് രണ്ടും ഉണ്ടെങ്കിൽ എപ്പോഴും ഇതിനൊരു എന്താ പറയുക, ഒരു ഊർജം കിട്ടണ്ടേ നമുക്ക് ജനങ്ങളിൽ എത്തിക്കാനും പറയാനും ഒക്കെ. അപ്പോൾ ആ 2 കാര്യം കൂടി എപ്പോഴും ഓർമ്മയിലുണ്ടാവണം.